ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒത്തിരി നാളായി ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട്. അപ്പം ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് വെക്കാം എന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇപ്പം എണീച്ചിട്ടിരിക്കുന്ന കോലാണ്, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു, പ്ലാൻഡൊന്നുമല്ല, ഞാൻ വിചാരിച്ചു എണീച്ചപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തുകൂടാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരത്തെ എണീക്കണമെന്ന് വിചാരിച്ചല്ല, എനിക്ക് കുറച്ചുകൂടി ഉറങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നേരത്തെയൊക്കെ എണീച്ച് ഇപ്പോൾ ഒരു 10 മണിക്ക് ശേഷം ഉറങ്ങാനേ പറ്റണില്ല. നേരത്തെയൊക്കെ കണ്ണു തുറന്നൊക്കെ എണീക്കാറുണ്ട്. സോ നമുക്കിനി പല്ലിയിക്കാം. അതിന് മുന്നേ ഞാൻ എൻ്റെ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. എൻ്റെ ബെഡ് ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം അത്യാവശ്യം വൃത്തികേടായിട്ട് കിടക്കുവാണ്. വലിയ കുഴപ്പമില്ലെങ്കിലും വൃത്തികേടായിട്ട് കിടക്കുവാണ്. പക്ഷെ ഞാനിവിടെ എൻ്റെ വ്യൂ കാണിച്ചു തരാം. എൻ്റെ ബെഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ കണ്ടു ഗൈസ്. ഇതാണ് എൻ്റെ ബെഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ. ആ കാണുന്നത് കടലാണ്. കാണുന്നത് കടലാണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് നോക്കിയാൽ ഒരു റെയിൽവേ പാളം എനിക്കും കാണാൻ പറ്റത്തില്ല, പക്ഷേ ട്രെയിൻ പോണത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതാണ് എൻ്റെ ബെഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. അപ്പോൾ നമുക്ക് പല്ലൊക്കെ തേച്ചു ഫ്രഷായി നമുക്കിനി എന്തെങ്കിലും തിന്നാൻ നമ്മൾ കിച്ചണിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ദിസ് ഇസ് ദ കിച്ചൺ. ഇതിൽ പാലുണ്ട്. മറ്റേ കെലോക്സിൻ്റെ എന്തോ ഒരു സാധനമാണ്. അപ്പം നമുക്കിത് കലക്കാം. ബ്രെഡ് പൂത്ത് പോയിട്ടുണ്ട് ഗൈസ്, നമുക്ക് അത് കളയേണ്ടി വരും. അപ്പം നമുക്കിതെന്തായാലും ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ചാരി വയ്ക്കാം. ബേസിക്കലി പരിപാടി സിമ്പിളാണ്. പാല് തിളപ്പിക്കുക, പഞ്ചാര വേണമെങ്കിൽ ഇട്ടാൽ മതി, കാരണം ഇതിൽ ഓൾറെഡി ഷുഗർ ഉണ്ട്. അപ്പോൾ പഞ്ചാര ഇടണ്ട. മാത്രമല്ല എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗറാണ് ഇരിക്കുന്നത്, അപ്പോൾ അതങ്ങോട്ട് സെറ്റാകില്ല. നമുക്ക് ഇതിനെ പൊട്ടിക്കാം. കുറച്ച് നമുക്ക് വെള്ളം കഴിക്കാം, കാരണം ഇത് ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല. മധുരം മട്ടൻ അതാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇത് ഇടാം. മതി. തിളച്ചിട്ടുണ്ട് പാല്. ജസ്റ്റ് ചൂടായാലും മതി. പാല് ബാക്കി വന്നു. ഇതിപ്പോൾ എന്താ ചെയ്യാം? ഇട്ട് കുടിക്കാന്ന് വെച്ചാൽ പഞ്ചാരയില്ല, ബ്രൗൺ ഷുഗർ ഇട്ട് നമുക്കൊന്ന് കുടിച്ച് നോക്കാം. സെറ്റാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം തന്നെ പാത്രം കഴുകി വയ്ക്കാം. പിന്നീടായാലും നമ്മൾ തന്നെ കഴുകണം. ഞാൻ അങ്ങനെ റൂമിൽ വന്നിരുന്ന് കഴിക്കാറില്ല, പക്ഷെ അവിടെ ഒരു ചേച്ചി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ
ഇതിൽ നോയ്സ് കേൾക്കും. ഓൾറെഡി കിച്ചണിൽ വെച്ചെടുത്ത വീഡിയോയിൽ നോയ്സ് ഉണ്ടായിരിക്കും. നമുക്കിതെന്തായാലും കഴിക്കാം. ചൂടുണ്ടാവും. ഒന്ന് സെറ്റായി വരണേ ഉള്ളൂ, ഇപ്പോൾ ഒഴിച്ചല്ലേ ഉള്ളൂ. കൊള്ളാം. ഇതിന് മുന്നേ ഞാനിത് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൊള്ളാം. ഇതെന്താ അവസ്ഥയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോട്ട് ബാഡ്, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ബെഡ്. ഒരിച്ചിരി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ എൻ്റെ പരിപാടിയല്ല, എനിക്കിങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതിവിടെ മുമ്പ് നിന്ന ചേച്ചി ചെയ്ത് വെച്ചിട്ട് പോയതാണ്. പിന്നെ ഞാനത് ഇതുവരെ ഇളക്കി കളഞ്ഞില്ല. പിന്നെ ഈ ലൈറ്റ് രാത്രി ഇടുമ്പോഴത്തേനും ഈ ഒരു സൈഡ് നല്ലതാണ്, ഒരു വാം ലൈറ്റ് ഇടുമ്പോഴത്തേനും. അത് ഞാൻ വൈകിട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതെടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ബെഡ് സ്പേസ്. ആൻഡ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അടുത്ത് തന്നെ ചാർജിങ് കേബിളുണ്ട്. ചാർജിങ് കേബിളിന്ന് ചാർജിങ് സ്വിച്ച് ബോർഡ് ഉണ്ട്. അപ്പം അത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം എനിക്ക് ഇവിടെ ഇട്ടുകൊണ്ട് തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യത്തിൽ ഞാൻ ലക്കിയാണെന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. ഇതാണ് ബാൽക്കണി. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ, അയ്യോ എനിക്കിത് കിടക്കണോണ്ട് കാണാൻ പറ്റാത്ത, താഴോട്ട് നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമ്മൾക്ക് പൂൾ കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഇത്രയും നേരം ഫോൺ നോക്കി കിടന്നു. ഇപ്പം 1 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിശക്കാൻ തുടങ്ങിയത് ഞാൻ മെല്ലെ ഫുഡ് ഓർഡർ ചെയ്തു. ഒരു ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പം നമുക്ക് ഇതെന്തായാലും കഴിക്കാം. കാരണം ഒരു ഹാഫ് ബിരിയാണീൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് തന്നെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ കഴിക്കാം. സോ ബിരിയാണി, സാലഡ്, പിക്കിൾ, ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഇത് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് സത്യം പറഞ്ഞാൽ. കുഴപ്പമില്ല. പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുണി കഴുകണം. ഇത്രയല്ല, നമുക്ക് ഇനിയും ഉണ്ട്. ഞാൻ ഇവിടെയൊക്കെ എടുത്തിട്ടേക്കുവാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കൊണ്ടുപോയി കഴുകാനിടാം. ഫോൺ നോക്കി സമയം കളഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ കളിക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. സോ നമ്മൾ തട്ടിക്കൂട്ടി പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അമ്മാമ്മേൻ്റെ വീട്ടിൽ പോകണം. അവിടെ കുറച്ചല്ല സാധനം വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പം അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം.
അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചായി വിചാരിക്കുന്നത് ഈ ഒരു ഗോ ഗേൾ ഈ ഷോപ്പിലൊന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു കളക്ഷൻസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെച്ചു ശരി എന്നാൽ പിന്നെ ലുലു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലുലു ചെന്ന് അപ്പോൾ വിചാരിച്ചു എന്നാൽ KFC കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ KFC ഒക്കെ കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാക്സിലോട്ട് പോയപ്പോൾ എനിക്ക് ഈ ഒരു കളർ, ഈ ഒരു ഉടുപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഇല്ലാത്തൊരു കളറായിരുന്നു. അങ്ങനെ വിചാരിച്ചു ശരി എന്നാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യിലുള്ള പാൻറ്റ് ഞാൻ ഓൾറെഡി എടുത്തത് തന്നെയായിരുന്നു. അപ്പോൾ ഇതിലേതാ ബെറ്റർ എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇതും ഉണ്ടായിരുന്നു, ഇതും ആ ഒരു സിമിലർ കളറായിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് മതി എന്ന് വിചാരിച്ചു. എനിക്ക് ഇട്ട് നോക്കിയപ്പം ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് തന്നെ സെലക്ട് ചെയ്തേക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അതും എടുത്തു. ബീച്ച് കാണാൻ പറ്റുന്നുണ്ടെന്ന് അപ്പോഴത്തേനാണ് കുതിരൻ്റെ മേളിൽ പോലീസൊക്കെ ഇരുന്ന് പോണ കണ്ടത്. ആകെ കിട്ടുന്നൊരു സൺഡേയിൽ എന്തായാലും ഒന്ന് കറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം നാളെ ബാക്ക് ടു പിന്നും വർക്ക് ഓഫീസ് ഇങ്ങനെയാണല്ലോ. അപ്പോൾ സൺഡേ ഒക്കെ എത്ര പെട്ടെന്നാണ് പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി പോവുക, ഫ്രഷ് ആവുക, ഉറങ്ങുക. അപ്പം അത്രയേ ഉള്ളൂ.